കൂട്ടുകാരെ, കൃഷി തികച്ചും ശാസ്ത്രീയമാണ്. മനുഷ്യ നന്മയ്ക്കായി വിളകളും കന്നുകാലി വിഭവങ്ങളും എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ പ്രോസസ്സിംഗ് നടത്തി അവ വിതരണം ചെയ്യാം എന്നൊക്കെയാണ് കൃഷിശാസ്ത്രത്തിൽ നാം പഠിക്കുന്നത്. കൃഷിശാസ്ത്രത്തെപ്പറ്റി ആമുഖമായി കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. കൃഷിശാസ്ത്രത്തിലെ വിവിധ ശാഖകൾ, കൃഷിയുടെ ചരിത്രം, നമ്മൾ കൃഷി ചെയ്യുന്ന വിവിധ വിളകൾ, കൃഷി സീസണുകൾ, ഇവയെല്ലാം ഒന്ന് മനസ്സിലാക്കാം. അഗ്രികൾച്ചർ എന്ന വാക്ക് അഗർ, കൾച്ചറ എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അഗർ എന്നാൽ ഭൂമി അഥവാ നിലം എന്നും കൾച്ചറ എന്നാൽ വളർത്തൽ എന്നുമാണ് അർത്ഥം. അതായത് അഗ്രികൾച്ചർ എന്നാൽ ഫീൽഡ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഭൂമിയിലുള്ള മണ്ണിലുള്ള വളർത്തൽ എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യന്റെ ആവശ്യത്തിനായി ക്രോപ്സ് അഥവാ വിളകളുടെയും ലൈവ് സ്റ്റോക്കിന്റെയും, ലൈവ് സ്റ്റോക്ക് എന്നാൽ കന്നുകാലി വിഭവങ്ങൾ, അതായത് പശു, ആട്, കോഴി മുതലായവ, ഇവയുടെയെല്ലാം ഉൽപാദനത്തെ സംബന്ധിച്ച കലയും ശാസ്ത്രവും ബിസിനസ്സുമാണ് കൃഷി. വിളകൾ മണ്ണിൽ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങൾ പ്രോസസ്സിംഗ് അഥവാ സംസ്കരണം നടത്തി മാർക്കറ്റ് വിവരങ്ങൾക്കനുസരിച്ച് വിതരണം നടത്തുകയും വിൽക്കുകയും വേണം. അപ്പോ കൃഷി ചെയ്യാൻ കലാപരമായ കഴിവ് ആവശ്യമാണ്. അതോടൊപ്പം ശാസ്ത്രീയമായ അറിവ് വേണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ബിസിനസ് കഴിവും വേണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് കൃഷി വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അഗ്രികൾച്ചർ അഥവാ കൃഷിശാസ്ത്രത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം: പ്ലാന്റ് സയൻസ് ആൻഡ് ആനിമൽ സയൻസ്. മനുഷ്യൻ അവന്റെ ആവശ്യത്തിനായി കൃഷി ചെയ്യുന്ന ക്രോപ്സ് അഥവാ വിളകളുടെയും കാട്ടിൽ വളരുന്ന ഫോറസ്റ്റ് പ്ലാന്റ്സിന്റെയും ഒക്കെ ഉൽപാദനത്തെ സംബന്ധിച്ചുള്ള പഠനമാണ് പ്ലാന്റ് സയൻസിനുള്ളിൽ വരുന്നത്. ആനിമൽ സയൻസിന്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നത് കന്നുകാലികൾ, മത്സ്യങ്ങൾ, വളർത്തുപക്ഷികൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ്. പ്ലാന്റ് സയൻസിനെ വീണ്ടും അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഹോം സയൻസ് എന്നിങ്ങനെ പല വിഭാഗങ്ങളായി തിരിക്കാം. വയലുകളിൽ കൃഷി ചെയ്യുന്ന ഫീൽഡ് ക്രോപ്സിന്റെ ഉൽപാദനവും കൃഷിഭൂമിയുടെ പരിപാലനവും സംബന്ധിച്ച് പഠിക്കുന്ന ശാഖയാണ് അഗ്രോണമി. ഫുഡ് ക്രോപ്സ്, ഫോഡർ ക്രോപ്സ്, ഫൈബർ ക്രോപ്സ്, ഷുഗർ ക്രോപ്സ്, ഓയിൽ സീഡ്സ്, ഇവയെക്കുറിച്ചെല്ലാമാണ് അഗ്രോണമിക്കുള്ളിൽ നമ്മൾ പഠിക്കുന്നത്. ഹോർട്ടിക്കൾച്ചറിന്റെ ഉള്ളിൽ വരുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്ലാന്റേഷൻ ക്രോപ്സ്, സ്പൈസസ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഓർണമെന്റൽ പ്ലാന്റ്സ് എന്നിവയെക്കുറിച്ചെല്ലാമുള്ള പഠനമാണ്. ഹോർട്ടിക്കൾച്ചറിന്റെ പ്രധാന ശാഖകളാണ് പോമോളജി, ഒലരികൾച്ചർ, ഫ്ലോറികൾച്ചർ എന്നിവ. പഴവർഗ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോമോളജി. പച്ചക്കറി വർഗ സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഒലരികൾച്ചർ. പൂവിളകളെക്കുറിച്ചുള്ള പഠനമാണ് ഫ്ലോറികൾച്ചർ. വനത്തിൽ വളരുന്ന സസ്യങ്ങളെപ്പറ്റിയും അവയുടെ പരിപാലന മുറകളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫോറസ്ട്രി. ഫോറസ്ട്രിക്ക് കീഴിൽ വനസംരക്ഷണത്തെപ്പറ്റിയും വന്യജീവി സംരക്ഷണത്തെപ്പറ്റിയുമൊക്കെ ശാസ്ത്രീയമായി പഠിക്കുന്നു. അടുത്തതായി അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. നിലമൊരുക്കൽ, കളപറിക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ കൃഷിപ്പണികൾക്ക് വേണ്ട നൂതനമായ ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം, അതുപോലെ തന്നെ മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ഇവയെല്ലാം അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന്റെ കീഴിലാണ് വരുന്നത്. വിള ഉൽപ്പന്നങ്ങളുടെ പ്രോസസ്സിംഗ് അഥവാ സംസ്കരണം, വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യവർദ്ധനവ്, ഇവയെല്ലാം നടത്തി വിവിധ വിഭവങ്ങളുടെ നിർമ്മാണം,
വിവിധ പ്രോഡക്ട്സിന്റെ നിർമ്മാണം ഇവയെല്ലാം ഹോം സയൻസിന് കീഴിലാണ് വരുന്നത്. ആനിമൽ സയൻസിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ശാഖകളാണ് ആനിമൽ ഹസ്ബൻഡറി, പോൾട്രി സയൻസ്, ഫിഷറി സയൻസ് മുതലായവ. പശു, പന്നി, ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളുടെ പരിപാലനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളാണ് ആനിമൽ ഹസ്ബൻഡറിക്കുള്ളിൽ നമ്മൾ പഠിക്കുന്നത്. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി സാമ്പത്തിക ലാഭത്തിനായി വളർത്തുന്ന പക്ഷികളെക്കുറിച്ചും അവയുടെ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് തുടങ്ങിയവയുടെ എല്ലാം ശാസ്ത്രീയ പഠനമാണ് പോൾട്രി സയൻസ്. പോൾട്രി എന്നാൽ കോഴി, താറാവ്, ടർക്കി ഇവയെല്ലാം ഉൾപ്പെടും. മത്സ്യം, മത്സ്യകൃഷി എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ശാസ്ത്രീയ പഠനമാണ് ഫിഷറി സയൻസ്. മത്സ്യകൃഷി, അവയുടെ ബ്രീഡിംഗ് ഇവയെല്ലാം ശാസ്ത്രീയമായി ഫിഷറി സയൻസിൽ പഠിക്കുന്നു. ടീച്ചർ ഒന്നുകൂടി പറയാം. അഗ്രികൾച്ചറിനെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: പ്ലാന്റ് സയൻസും ആനിമൽ സയൻസും. പ്ലാന്റ് സയൻസിനെ അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഹോം സയൻസ് എന്നീ ശാഖകളായി തിരിച്ചിരിക്കുന്നു. ആനിമൽ സയൻസിന്റെ പ്രധാനപ്പെട്ട 3 ശാഖകളാണ് ആനിമൽ ഹസ്ബൻഡറി, പോൾട്രി സയൻസ്, ഫിഷറി സയൻസ് എന്നിവ. ഇനി പ്രധാനപ്പെട്ട NSQF എന്താണ്? നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. NSQFന് കീഴിൽ വരുന്ന അഗ്രികൾച്ചറൽ ജോബ് റോളുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ, അഗ്രികൾച്ചർ മെഷീനറി ഓപ്പറേറ്റർ, ഓർഗാനിക് ഗ്രോവർ, ഗാർഡനർ, ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷൻ, ഫ്ലോറികൾച്ചറിസ്റ്റ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ടർ, ഡയറി ഫാമർ, ഡയറി പ്രോസസിംഗ് എക്യുപ്മെന്റ് ഓപ്പറേറ്റർ, സ്മോൾ പോൾട്രി ഫാമർ, ഓർണമെന്റൽ ഫിഷ് ടെക്നീഷ്യൻ, ഷ്രിംപ് ഫാർമർ. ഈ ജോബ് റോളുകളെല്ലാം അഗ്രികൾച്ചറിന് കീഴിൽ വരുന്നവയാണ്. അഗ്രികൾച്ചർ സെക്ടറിന് കീഴിൽ വരുന്ന NSQF ജോബ് റോളുകളാണ് ഇവയെല്ലാം. ഇനി ഇന്ത്യയിലെ കൃഷിയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 9000 BCയോട് കൂടിയാണ് ജനങ്ങൾ സ്വന്തം ആവശ്യത്തിനായി വിളകൾ കൃഷി ചെയ്യാനും കന്നുകാലികളെ വളർത്താനും തുടങ്ങിയത്. തുടർന്ന് ആളുകൾ കോട്ടൺ അഥവാ പരുത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ജലസേചനം നൽകിയുള്ള കൃഷി 4500 BCയോട് കൂടിയാണ് ആരംഭിച്ചത്. ജലസംഭരണികൾ, കനാലുകൾ എന്നിവയുടെ ആവിർഭാവം ജലസേചന കൃഷിക്കൊപ്പം ഇന്ത്യൻ സംസ്കാരവും വളരാൻ സഹായകമായി. 1940കളിലെ ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിൻ, 1950കളിലെ ഇന്റഗ്രേറ്റഡ് പ്രൊഡക്ഷൻ പ്രോഗ്രാം എന്നിവ മൂലം ഇന്ത്യയിലെ ഭക്ഷ്യ ഉൽപാദനത്തിൽ ഗണ്യമായ വർധനമുണ്ടായി. നൂതന ഉപകരണങ്ങളുടെ ഉപയോഗം, വൈദ്യുതീകരണം അഥവാ ഇലക്ട്രിഫിക്കേഷൻ, വളങ്ങളുടെ ഉപയോഗം ഇവയെല്ലാം ഇന്ത്യയിലെ കൃഷിയുടെ പുരോഗതിക്ക് കാരണമായി. ഇന്ത്യയെ ഭക്ഷ്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട റെവല്യൂഷൻസ് അഥവാ വിപ്ലവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ വിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച വിപ്ലവമാണ് ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തില് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, ജലസേചനത്തിനായുള്ള ജലത്തിന്റെ ലഭ്യത, രാസവളങ്ങളുടെ ഉപയോഗം, രാസകീടരോഗ നിയന്ത്രണ മാർഗങ്ങളുടെ ഉപയോഗം, കാർഷിക യന്ത്രവൽക്കരണം, നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ഇവയെല്ലാമാണ് പുരോഗതിയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും നയിച്ചത്. 1960കളിൽ ഗോതമ്പ്, നെല്ല് എന്നീ വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ വികസനത്തോടു കൂടിയാണ്
ഹരിത വിപ്ലവത്തിന്റെ തുടക്കം. ഇതിനു ചുക്കാൻ പിടിച്ച ഡോക്ടർ നോർമൻ ഇ ബോർലോഗ് ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവത്തോടുകൂടിയാണ് പാൽ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിൽക്ക് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ സ്ഥാപകനായ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിലുള്ള തദ്ദേശീയ പശുക്കളെ അത്യുൽപാദന ശേഷിയുള്ള യൂറോപ്യൻ ഇനങ്ങളുമായി ബ്രീഡ് ചെയ്യൽ, പാല് കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കാനായി പാസ്ചറൈസേഷൻ നടത്തൽ, നല്ല ക്വാളിറ്റിയുള്ള പാൽ ശേഖരണം റൂറൽ ഏരിയാസിൽ നിന്നും നടത്തൽ, ശീതീകരിച്ച സംഭരണികൾ തുടങ്ങിയവയെല്ലാം ധവള വിപ്ലവത്തിന് കാരണമായി. മത്സ്യസമ്പത്തിന്റെ ഉൽപാദനത്തിലുള്ള സ്വയം പര്യാപ്തത കൈവരിക്കലാണ് ബ്ലൂ റെവല്യൂഷൻ. ബ്ലൂ റെവല്യൂഷനോടുകൂടി അക്വാകൾച്ചർ അഥവാ മത്സ്യസമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി അനുബന്ധ സംരംഭമായി മാറി. ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കളുടെ ഉൽപാദനത്തിലുള്ള വർധനവ് അഥവാ അതിലുള്ള സ്വയം പര്യാപ്തത കൈവരിച്ച റെവല്യൂഷനാണ് യെല്ലോ റെവല്യൂഷൻ. അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളുടെയും യന്ത്രവൽക്കരണത്തിന്റെയും സഹായത്തോടെ ഇറച്ചി വ്യവസായത്തിലും അതിന്റെ പ്രോസസ്സിംഗിലും സ്വയം പര്യാപ്തത കൈവരിച്ച പദ്ധതിയാണ് റെഡ് റെവല്യൂഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, കൃഷി ഇന്ത്യയുടെ സംസ്കാരമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷി. വിളകളുടെയും കന്നുകാലികളുടെയും ശാസ്ത്രീയമായ ഉൽപാദനം, കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ, കയറ്റുമതി മൂലം ലഭിക്കുന്ന വിദേശ നാണ്യ നിക്ഷേപം ഇവയെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അതോടൊപ്പം കൃഷിയും കൃഷി അനുബന്ധ വ്യവസായങ്ങളോടും ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ 50% ആളുകളും തൊഴിൽ ചെയ്യുന്നത്. 50% ആളുകളും ഉപജീവനത്തിനായി കൃഷിയെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ വാല്യൂ അഥവാ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 18% കൃഷിയിൽ നിന്നാണ് ലഭിക്കുന്നത്. നൂതന സാങ്കേതിക വിദ്യകൾ, യന്ത്രവൽക്കരണം എന്നിവ വഴി വ്യാവസായിക അടിസ്ഥാനത്തിൽ വിളകൾ, പോൾട്രി, ഫിഷ്, കന്നുകാലികൾ എന്നിവയുടെ ഉൽപാദനത്തെയാണ് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. കൃഷി അനുബന്ധ വ്യവസായങ്ങൾക്ക് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് കൃഷിയിൽ നിന്നാണ്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഓയിൽസ്, ലാറ്റക്സ്, ഫൈബേഴ്സ്, ഷുഗർ, കോട്ടൺ എന്നിവ സോപ്പുകൾ, ഡിറ്റർജന്റുകൾ, റബ്ബർ, പേപ്പർ, ക്ലോത്ത് എന്നീ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു. വ്യാവസായിക ആവശ്യത്തിനുള്ള ഓയിൽസും ഫാറ്റി ആസിഡ്സും ഒക്കെ ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കളിൽ നിന്നും ലഭിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. റബ്ബർ, സോപ്പ്, ലാറ്റക്സ്, കോട്ടൺ, ഓയിൽസ്, ഗം, സ്റ്റാർച്ച്, ഫൈബേഴ്സ് ഇവയെല്ലാം അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് അഥവാ കൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യവസായങ്ങളാണ്. ഇവയ്ക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് കൃഷിയിൽ നിന്നുമാണ്. കേരളത്തിൽ 50% ആളുകളുടെയും ഉപജീവന മാർഗം കൃഷിയാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്ന വിളകളാണ് കോക്കനട്ട്, റബ്ബർ, പെപ്പർ, കാർഡമം, ജിഞ്ചർ, കൊക്കോ, കാഷ്യൂ, അരക്കനട്ട്, കോഫി, ടീ തുടങ്ങിയവ. പ്രധാനപ്പെട്ട ഫുഡ് ക്രോപ്സ് നെല്ലും കപ്പയുമാണ്. ഭക്ഷ്യവിളകളായ നെല്ലിന്റെയും കപ്പയുടെയും കൃഷിയേക്കാൾ നാണ്യവിളകളായ കുരുമുളക്, റബ്ബർ എന്നിവയുടെ കൃഷി ആണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത്. നാണ്യവിളകൾ എന്ന് വെച്ചാൽ ഹൈ വാല്യൂ ക്രോപ്സ്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന വിളകൾ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളുടെ ഏരിയയും പ്രൊഡക്ഷനുമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്ന വിള ഏതാണ്? കോക്കനട്ടാണ്. അത് കഴിഞ്ഞാൽ റബ്ബർ. മനുഷ്യൻ അവന്റെ ജീവിതമാർഗത്തിനായി, അവന്റെ ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ചെടികളാണ് ക്രോപ്സ് അഥവാ വിളകൾ. ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽ, ഫൈബർ, അതുപോലെ വ്യവസായങ്ങൾക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, ഇവയ്ക്കെല്ലാം വേണ്ടിയാണ് മനുഷ്യൻ വിളകൾ കൃഷി ചെയ്യുന്നത്. കൾട്ടിവേഷണൽ ആസ്പെക്ട്സ് അനുസരിച്ച് വിളകളെ തരം തിരിക്കുന്നതിനെയാണ് ക്രോപ്സിന്റെ അഗ്രോണമിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൃഷിരീതികൾ അനുസരിച്ച് വിളകളെ വിവിധ ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുന്നു. സീരിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, ഓയിൽ സീഡ്സ്, ട്യൂബർ ക്രോപ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്ലാന്റേഷൻ ക്രോപ്സ്, സ്പൈസസ്, മെഡിസിനൽ പ്ലാന്റ്സ്, ആരോമാറ്റിക് പ്ലാന്റ്സ്, ഫൈബർ ക്രോപ്സ്, ഷുഗർ ക്രോപ്സ്, ഫോഡർ ക്രോപ്സ്, നാർക്കോട്ടിക് ക്രോപ്സ്, ഗ്രീൻ മനുവർ ക്രോപ്സ്, ഓർണമെന്റൽ പ്ലാന്റ്സ്, കോണ്ടിമെന്റ്സ് തുടങ്ങിയവയെല്ലാം വിവിധ ഗ്രൂപ്പുകളാണ്. ഓരോ ഗ്രൂപ്പിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. സീരിയൽസ് ഗ്രാസസ് ആണ്. അവയുടെ സ്റ്റാർച്ചി ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. സീരിയൽസിന് എക്സാമ്പിൾസ് ആണ് റൈസ്, വീറ്റ്, ഓട്സ്, ബാർലി തുടങ്ങിയവ. നെൽച്ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? നെൽമണികൾ കുത്തിയാണ് നമ്മൾ കഴിക്കുന്ന അരി ലഭിക്കുന്നത്. ഇതാണ് ഗോതമ്പ് ചെടി. ഓട്സ്, ബാർലി ഇവയെല്ലാമാണ് സീരിയൽസിന് എക്സാമ്പിൾസ്. മില്ലറ്റ്സ് ഗ്രൂപ്പിൽ പെടുന്ന ചെടികളും ഗ്രാസ് ആണ്. ഇവയുടെയും സ്റ്റാർച്ചി ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് ഫുഡായിട്ടോ ആനിമൽസിന് ഫീഡായിട്ടോ ഉപയോഗിക്കുന്നത്. പേൾ മില്ലറ്റ് അല്ലെങ്കിൽ കമ്പ്, ഫിംഗർ മില്ലറ്റ് ഓർ റാഗി, ഇറ്റാലിയൻ മില്ലറ്റ് അല്ലെങ്കിൽ തിന, കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക്, മെയ്സ് ഓർ ചോളം ഇവയെല്ലാമാണ് മില്ലറ്റ്സ് ഗ്രൂപ്പിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വിളകൾ. പയറുവർഗ ചെടികളാണ് പൾസസ്. നമുക്കെല്ലാവർക്കും അറിയാം പയറ് പ്രോട്ടീൻ റിച്ച് ആണ്. പയറിന്റെ ഒരു പോഡിനുള്ളിൽ 1 മുതൽ 12 വരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയറുമണികൾ ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട പയറുവർഗ ചെടികളാണ് ബ്ലാക്ക് ഗ്രാം. ബ്ലാക്ക് ഗ്രാം ആണ് ഉഴുന്ന്. റെഡ് ഗ്രാം അല്ലെങ്കിൽ PGNP ആണ് തുവരപ്പയർ അല്ലെങ്കിൽ പരിപ്പ്. കൗപ്പി അല്ലെങ്കിൽ വള്ളിപ്പയർ. ബംഗാൾ ഗ്രാം ആണ് കറിക്കടല. ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയർ. ഹോഴ്സ് ഗ്രാം അല്ലെങ്കിൽ മുതിര, ഗ്രീൻ പീ ഇവയെല്ലാം പൾസസ് ഗ്രൂപ്പിൽപ്പെടുന്ന പ്രധാനപ്പെട്ട വിളകളാണ്. പ്രധാനമായും സീഡ്സിൽ നിന്നും എണ്ണയെടുക്കാനായി വളർത്തുന്ന ക്രോപ്സ് ആണ് ഓയിൽ സീഡ്സ്. പ്രധാനപ്പെട്ട ഓയിൽ സീഡ്സ് ആണ് മസ്റ്റാർഡ് അല്ലെങ്കിൽ കടുക്,
കോക്കനട്ട്, ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ നിലക്കടല, സിസേമം അല്ലെങ്കിൽ എള്ള്, സോയാബീൻ, സൺഫ്ലവർ, കാസ്റ്റർ അല്ലെങ്കിൽ ആവണക്ക്. ട്യൂബർ ക്രോപ്സ്, സ്റ്റാർച്ചി ആയിട്ടുള്ള ട്യൂബേഴ്സിന് വേണ്ടി വളർത്തുന്ന വിളകളാണ് ട്യൂബർ ക്രോപ്സ്. ടപ്പിയോക്ക അല്ലെങ്കിൽ കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്, കൊളക്കേഷ്യ അല്ലെങ്കിൽ ചേമ്പ്, യാം അല്ലെങ്കിൽ കാച്ചിൽ, ആരോ റൂട്ട് അല്ലെങ്കിൽ കൂവ, എലഫന്റ് ഫ്രൂട്ട് യാം അല്ലെങ്കിൽ ചേന, ഇവയെല്ലാമാണ് ട്യൂബർ ക്രോപ്സിന് എക്സാമ്പിൾസ്. പഴങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന വിളകളാണ് ഫ്രൂട്ട്സ്. എന്താണ് ഫ്രൂട്ട്? ഓരോ ചെടിയുടെയും വിത്തടങ്ങിയ റൈപ്പൻഡ് ഓവറിയാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അല്ലേ? മാവ്, ബനാന, പൈനാപ്പിൾ, ഗുവ അല്ലെങ്കിൽ പേര, ജാക്ക് ഫ്രൂട്ട് ഓർ ചക്ക, മുന്തിരി, പോംഗ്രനേറ്റ്, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പപ്പായ, പിയർ അല്ലെങ്കിൽ സബർജല്ലി, പീച്ച്, പ്ലം, അവോക്കാഡോ അല്ലെങ്കിൽ വെണ്ണപ്പഴം, ലിച്ചി, അപ്രിക്കോട്ട് അല്ലെങ്കിൽ മുട്ടപ്പഴം, സ്ട്രോബെറി, കിവി, ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം, ഇവയെല്ലാം ഫ്രൂട്ട്സ് ആണ് അല്ലേ? വെജിറ്റബിൾസ്, എ പ്ലാന്റ് കൾട്ടിവേറ്റഡ് ഫോർ ഇറ്റ്സ് എഡിബിൾ പാർട്ട്. എഡിബിൾ പാർട്ട് റൂട്ട് ആവാം, സ്റ്റെം ആവാം, ലീഫ് ആവാം, ഫ്ലവർ ആവാം. ക്യുലിനറി പർപ്പസിന് വേണ്ടി, അതായത് കറി വെക്കാനായിട്ടാണ് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നത്. ബ്രിഞ്ചോൾ അല്ലെങ്കിൽ വഴുതന, തക്കാളി, കുക്കുംബർ അഥവാ വെള്ളരി, ബിണ്ടി ഓർ ഓക്ര അല്ലെങ്കിൽ വെണ്ട, മുളക്, അമരാന്തസ് അല്ലെങ്കിൽ ചീര, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്. ക്യാരറ്റും ബീറ്റ്റൂട്ടും റൂട്ട് വെജിറ്റബിൾസ് ആണ്. സെലറി, ലെറ്റൂസ്, സെലറിയും ലെറ്റൂസും ഒക്കെ ലീഫി വെജിറ്റബിൾസ് ആണ്. പംകിൻ അല്ലെങ്കിൽ മത്തങ്ങ, ബിറ്റർ ഗോഡ് അല്ലെങ്കിൽ പാവൽ, ബോട്ടിൽ ഗോഡ് അല്ലെങ്കിൽ ചുരയ്ക്ക, സ്നേക്ക് ഗോഡ് അല്ലെങ്കിൽ പടവലം, ആഷ് ഗോഡ് കുമ്പളം, ലിറ്റിൽ ഗോഡ് കോവൽ, റിഡ്ജ് ഗോഡ് പീച്ചിൽ, റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി, ടർണിപ്പ് അല്ലെങ്കിൽ ശീമ മുള്ളങ്കി, ഒനിയൻ ഉള്ളി, ഗാർലിക് വെളുത്തുള്ളി, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി. കോളിഫ്ലവറും ബ്രൊക്കോളിയും ഒക്കെ ഫ്ലവർ ആണ് വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡ്രംസ്റ്റിക് മുരിങ്ങ, ഇവയെല്ലാമാണ് വെജിറ്റബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്രോപ്സ്. വലിയ ഏരിയയിൽ പ്ലാന്റേഷനായി തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സ് ആണ് പ്ലാന്റേഷൻ ക്രോപ്സ്. പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ക്രോപ്സ് ഏതൊക്കെയാണ്? റബ്ബർ, ടീ, കോഫി തുടങ്ങിയവയാണ്. റബ്ബർ, ടീ, കോഫി,
ഇവയെല്ലാമാണ് പ്ലാന്റേഷൻ ക്രോപ്സിന് എക്സാമ്പിൾസ്. മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള പ്ലാന്റ്സ് ആണ് മെഡിസിനൽ പ്ലാന്റ്സ്. മെഡിസിനൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ആണ് മെഡിസിനൽ പ്ലാന്റ്സ്. മെഡിസിനൽ പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് റൗൾഫിയ അല്ലെങ്കിൽ സർപ്പഗന്ധി, തുളസി, ശതാവരി അല്ലെങ്കിൽ അസ്പരാഗസ് തുടങ്ങിയവ. അരോമാറ്റിക് പ്ലാന്റ്സ് സോൾവെന്റ് എക്സ്ട്രാക്ഷനോ സ്റ്റീം ഡിസ്റ്റിലേഷനോ വഴി നല്ല അരോമയുള്ള, നല്ല മണമുള്ള എസൻഷ്യൽ ഓയിൽസ് ലഭിക്കുന്ന പ്ലാന്റ്സ് ആണ് അരോമാറ്റിക് പ്ലാന്റ്സ്. അരോമാറ്റിക് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് ലെമൺ ഗ്രാസ്, വെറ്റിവർ അല്ലെങ്കിൽ രാമച്ചം, സാൻഡൽവുഡ്, ചന്ദനം മുതലായവ. ഫുഡിന് നല്ല മണവും ഫ്ലേവറും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈസസ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പൈസസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ, കാർഡമം ഏലം, സിന്നമൺ കറുവാപ്പട്ട, ക്ലോവ് ഗ്രാമ്പൂ, നട്ട്മെഗ് ജാതിക്ക മുതലായവ. ഇനി ഫുഡിൽ നമ്മൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന പ്രോഡക്ട്സ് ആണ് കോണ്ടിമെന്റ്സിൻ്റെത്. കോണ്ടിമെന്റ്സിന് എക്സാമ്പിൾസ് ആണ് കൊറിയാണ്ടർ, മല്ലി, ഫെന്നൽ പെരുംജീരകം, ക്യുമിൻ ജീരകം, ഫെനുഗ്രീക്ക് ഉലുവ തുടങ്ങിയവ. നാരുകൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ക്രോപ്സ് ആണ് ഫൈബർ ക്രോപ്സ്. ഫൈബർ ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ് കോട്ടൺ, പരുത്തി, ജൂട്ട് അല്ലെങ്കിൽ ചണം തുടങ്ങിയവ. എഡിബിൾ ഷുഗർ ലഭിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന വിളകളാണ് ഷുഗർ ക്രോപ്സ്. ഷുഗർ ക്രോപ്സിന് എക്സാമ്പിൾ ആണ് ഷുഗർ കെയിൻ, കരിമ്പ്, ഷുഗർ ബീറ്റ് മുതലായവ. ലൈഫ് സ്റ്റോക്കിന് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് തീറ്റയായി ഉപയോഗിക്കുന്ന ക്രോപ്സ് ആണ് ഫോഡർ ക്രോപ്സ്. ഫോഡർ ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ് ബർമുഡ ഗ്രാസ്, ഗിനി ഗ്രാസ്, നേപ്പിയർ ഗ്രാസ് മുതലായവ. ഡ്രഗ്സിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ക്രോപ്സ് ആണ് നാർക്കോട്ടിക് ക്രോപ്സ്. എക്സാമ്പിൾസ് ആണ് ഇന്ത്യൻ ഹെമ്പ് അല്ലെങ്കിൽ കഞ്ചാവ്, ടൊബാക്കോ തുടങ്ങിയവ. ഗ്രീൻ മനുവർ ക്രോപ്സ് മണ്ണിന്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വളക്കൂറ് വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി ചെയ്യുകയും പൂക്കാറാകുന്ന സമയത്ത് വെട്ടി മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്ന ക്രോപ്സ് ആണ് ഗ്രീൻ മനുവർ ക്രോപ്സ്. സൺഹെമ്പ്, ഗ്ലൈറിസീഡിയ അല്ലെങ്കിൽ ശീമക്കൊന്ന, ഡെയിഞ്ച തുടങ്ങിയവയാണ് ഗ്രീൻ മനുവർ ക്രോപ്സിന് എക്സാമ്പിൾസ്. പൂക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നല്ല ഭംഗിയുള്ള പൂക്കളും ഇലച്ചെടികളുമൊക്കെയാണ് ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നത്. ഓർക്കിഡ്, ആന്തൂറിയം, റോസ്, ട്യൂബ് റോസ്, കാഷ്യ കണിക്കൊന്ന, ഗ്ലാഡിയോലസ്, മാരിഗോൾഡ്, ജെർബറ, ജാസ്മിൻ മുല്ല, ക്രോട്ടൺ ഇത് ഇലച്ചെടിയാണ്, ഡ്യൂറാൻഡ, ഡൈഫൻബെക്കിയ ഇവയെല്ലാമാണ് ഓർണമെന്റൽ പ്ലാന്റ്സ്. ഇതിലെ കൃഷി സീസണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സീസണാണ് ഖരീഫ് സീസൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ കാലവർഷത്തിന്റെ ആരംഭത്തോടു കൂടി വിതയ്ക്കുകയും
കാലവർഷത്തിന്റെ അവസാനത്തോടുകൂടി കൊയ്യുകയും ചെയ്യുന്ന ക്രോപ്സ് ആണ് ഖരീഫ് ക്രോപ്സ്. അതിന്റെ സോയിങ് സീസൺ മെയ് മുതൽ ജൂലൈ വരെയുള്ള സമയമാണ്. ഹാർവെസ്റ്റിംഗ് സീസൺ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ്. ഇവയുടെ കൃഷിക്കായി ധാരാളം വെള്ളം ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇവ കൃഷി ചെയ്യുന്നത്. ഖരീഫ് സീസണിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് റൈസ്, മെയ്സ്, സ്വർഗം, സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ, ജൂട്ട്, ടൊബാക്കോ തുടങ്ങിയവ. അടുത്ത പ്രധാനപ്പെട്ട സീസണാണ് റാബി സീസൺ അഥവാ മഞ്ഞുകാലം. വെജിറ്റേറ്റീവ് ഗ്രോത്തിന്, അതായത് തണ്ടിന്റെയും ഇലയുടെയും ഒക്കെ വളർച്ചയ്ക്ക് തണുത്ത കാലാവസ്ഥയും എന്നാൽ വിത്തുണ്ടാവുന്നതിനും അവ മൂക്കുന്നതിനുമൊക്കെ ചൂടുള്ള കാലാവസ്ഥയും ആവശ്യമുള്ള ക്രോപ്സ് ആണ് റാബി ക്രോപ്സ്. ഇവയുടെ സോയിങ് സീസൺ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ്. ഹാർവെസ്റ്റിംഗ് സീസൺ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണ്. വീറ്റ്, ബാർലി, മസ്റ്റാർഡ്, ഓട്സ്, പീസ് മുതലായവയാണ് പ്രധാനപ്പെട്ട റാബി ക്രോപ്സ്. സെയ്ദ് ക്രോപ്സ്. സെയ്ദ് എന്നാൽ സമ്മർ എന്നാണ്. ജലസേചനത്തിന്റെ സഹായത്തോടെ തന്നെ കൃഷി ചെയ്യുന്ന ക്രോപ്സ് ആണ് സെയ്ദ് ക്രോപ്സ്. നമ്മൾ ജലസേചനം നടത്തി കൃഷി ചെയ്യുന്നതിനാൽ മഴയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. സെയ്ദ് ഖരീഫ് ക്രോപ്സ് സോയിങ് സീസൺ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. അതിന്റെ ഹാർവെസ്റ്റിംഗ് സീസൺ ഡിസംബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ്. പ്രധാനപ്പെട്ട ക്രോപ്സ് കോട്ടൺ, ഓയിൽ സീഡ്സ് തുടങ്ങിയവയാണ്. ഇനി സെയ്ദ് റാബി ക്രോപ്സ് സോയിങ് സീസൺ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണ്. ഹാർവെസ്റ്റിംഗ് സീസൺ ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള സമയമാണ്. സെയ്ദ് റാബി ക്രോപ്സിൽ പ്രധാനപ്പെട്ടത് വാട്ടർമെലൺ അഥവാ തണ്ണിമത്തൻ, കുക്കുംബർ അഥവാ വെള്ളരി മുതലായവയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഫുഡ് ഗ്രെയിൻസ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, പൾസസ് മുതലായവയാണ്. നെല്ലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. ഇന്ത്യയിലെ ടോട്ടൽ കൃഷിഭൂമിയുടെ 1/3 ഭാഗവും നെല്ലാണ് കൃഷി ചെയ്യുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ക്രോപ്പാണ് വീറ്റ്. വീറ്റ് ഒരു റാബി ക്രോപ്പാണ്, നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ ഇന്ത്യയുടെ നോർത്തിലും നോർത്ത് വെസ്റ്റേണിലുമുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ്, സ്റ്റേപ്പിൾ ഫുഡാണ് വീറ്റ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് പ്രോട്ടീൻസ് ലഭിക്കുന്നത് പൾസസിൽ കൂടിയാണ്. ഇനി കേരളത്തിലെ നെല്ലിന്റെ ക്രോപ്പിംഗ് സീസണുകളെ പറ്റി നോക്കാം. ജലലഭ്യത അനുസരിച്ച് പ്രധാനമായും 3 ക്രോപ്പ് സീസണുകളാണ് കേരളത്തിലുള്ളത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ഇവ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ക്രോപ്പ് സീസൺ ആണ് വിരിപ്പ്. ഇത് ഏപ്രിൽ മെയ് മാസത്തിൽ കൃഷി ഇറക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് കൊയ്യുന്നത്. പൂർണമായും സൗത്ത് വെസ്റ്റ് മൺസൂണിനെ, അതായത് കാലവർഷത്തെ ആശ്രയിച്ചാണ് ഈ കൃഷി ഇറക്കുന്നത്. സെക്കൻഡ് ക്രോപ്പ് സീസൺ ആണ് മുണ്ടകൻ. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൃഷി ഇറക്കി ഡിസംബർ ജനുവരി മാസത്തോടെ കൊയ്യും. ക്രോപ്പിന്റെ കൃഷി ഇറക്കുന്ന സമയത്തും അതുപോലെ ആദ്യ മാസങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അതായത് തുലാവർഷം ഉണ്ടാവും. പിന്നീടുള്ള മാസങ്ങളിൽ ഇറിഗേഷൻ ആവശ്യമായി വരും. തേർഡ് ക്രോപ്പാണ് പുഞ്ച. ഡിസംബർ ജനുവരി മാസത്തിൽ കൃഷി ഇറക്കി മാർച്ച് ഏപ്രിൽ മാസത്തിൽ കൊയ്യുന്നു. ഇത് സമ്മർ സീസൺ ക്രോപ്പാണ്. ജലസേചനത്തിനായി ആവശ്യത്തിന് വെള്ളം ലഭ്യമായ സ്ഥലങ്ങളിൽ മാത്രമേ പുഞ്ച കൃഷി ഇറക്കാറുള്ളൂ. ഇനി ക്രോപ്പിംഗ് സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്തേക്ക് ഏതൊക്കെ ചെടികൾ നടണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നടണം, ഏത് ഓർഡറിൽ വേണം, ഏത് പാറ്റേണിൽ വേണം, ഇവയൊക്കെ അടങ്ങിയ ഒരു പ്ലാനാണ് ക്രോപ്പിംഗ് സിസ്റ്റംസ്. കർഷകർക്ക് അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ഏത് ക്രോപ്പിംഗ് സിസ്റ്റം വേണമെങ്കിലും പ്രാവർത്തികമാക്കാം. വിവിധ ക്രോപ്പിംഗ് സിസ്റ്റംസ് ആണ് മോണോ ക്രോപ്പിംഗ് അഥവാ സോൾ ക്രോപ്പിംഗ്, മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്, സീക്വൻഷ്യൽ ക്രോപ്പിംഗ്, ഇന്റർ ക്രോപ്പിംഗ്,
മിക്സഡ് ക്രോപ്പിംഗ്, റിലേ ക്രോപ്പിംഗ്, റാട്ടൂൺ ക്രോപ്പിംഗ്, അലേ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, മൾട്ടി ടയർ ക്രോപ്പിംഗ് തുടങ്ങിയവ. മോണോകൾച്ചർ അഥവാ സോൾ ക്രോപ്പിംഗ്, റിപ്പറ്റേറ്റീവ് ഗ്രോയിങ് ഓഫ് ദ സെയിം ക്രോപ്പ് ഓൺ ദ സെയിം പീസ് ഓഫ് ലാൻഡ്. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരേ വിള തന്നെ സ്ഥിരമായി കൃഷി ചെയ്യുന്നതിനെയാണ് മോണോകൾച്ചർ അല്ലെങ്കിൽ മോണോക്രോപ്പിംഗ്, സോൾ ക്രോപ്പിംഗ് എന്നൊക്കെ പറയുന്നത്. മോണോക്രോപ്പിംഗ് നടത്തുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ആ കൃഷി ചെയ്യുന്ന ആ ക്രോപ്പ് മാത്രമേ ആ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയുള്ളായിരിക്കും. അല്ലെങ്കിൽ ആ കർഷകൻ ആ നിശ്ചിത വിളയുടെ ഉൽപാദനത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളായിരിക്കാം. ഒരു നിശ്ചിത സ്ഥലത്ത് രണ്ടോ അതിൽ കൂടുതലോ വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗിനെ നമുക്ക് മൂന്നായി തിരിക്കാം: സീക്വൻഷ്യൽ ക്രോപ്പിംഗ്, ഇന്റർ ക്രോപ്പിംഗ്, മിക്സഡ് ക്രോപ്പിംഗ് എന്നിങ്ങനെ. ഒരു നിശ്ചിത സ്ഥലത്ത് രണ്ടോ അതിൽ കൂടുതലോ വിളകൾ ഒരു സീക്വൻസ് ആയി കൃഷി ചെയ്യുന്ന രീതിയാണ് സീക്വൻഷ്യൽ ക്രോപ്പിംഗ്. ഒരു വർഷം ആദ്യത്തെ സീസണിൽ ഒരു വിള കൃഷി ചെയ്യും. ആ വിള ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത വേറൊരു വിള അതേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യും. അങ്ങനെ ഒരു വർഷം തന്നെ പല വിളകൾ ഒരു സീക്വൻസ് ആയി കൃഷി ചെയ്യുന്ന രീതിയാണ് സീക്വൻഷ്യൽ ക്രോപ്പിംഗ്. ഇടവിള കൃഷിയാണ് ഇന്റർ ക്രോപ്പിംഗ്. ഒരു നിശ്ചിത സ്ഥലത്ത് പ്രധാന വിളകൾ വരിവരിയായി നടുന്നു. ആ പ്രധാന വിളകളുടെ 2 വരികൾക്കിടയിൽ കൂടി വരിയായി തന്നെ വേറൊരു ക്രോപ്പ് നടുന്നു. അങ്ങനെ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ രണ്ടോ അതിൽ കൂടുതലോ വിളകൾ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് ഇന്റർ ക്രോപ്പിംഗ്. ഉദാഹരണത്തിന് തെങ്ങിൻ തോപ്പിൽ കൂടി കൊക്കോ, വാഴ, കുരുമുളക് ഇവയൊക്കെ ഇന്റർ ക്രോപ്സ് ആയിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. അടുത്തത് മിക്സഡ് ക്രോപ്പിംഗ് ആണ്. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് പ്രത്യേകമായ റോ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ലാതെ വിവിധ വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ പല വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണ്? കർഷകന് റിസ്ക് കുറയ്ക്കാൻ പറ്റും. കാലാവസ്ഥ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടത്തിന്റെ ആക്രമണം മൂലമോ ഒരു വിള എന്തെങ്കിലും സംഭവിച്ചാലും മറ്റേ വിളയിൽ നിന്നുള്ള ആദായം ലഭിക്കും. ഇപ്പൊ സീക്വൻഷ്യൽ ക്രോപ്പിംഗ് എന്താണ്? ഒരു വിളവെടുത്തതിന് ശേഷം സീക്വൻസായി അതേ സ്ഥലത്ത് തന്നെ വേറൊരു വിള നടുന്നു. കോട്ടന് ശേഷം അതേ സ്ഥലത്ത് തന്നെ ഗ്രൗണ്ട്നട്ട് നടും. റൈസിന് ശേഷം വെജിറ്റബിൾസ് നടാം. പ്രധാന വിളകളുടെ വരികൾക്കിടയിൽ കൂടി വരിയായി തന്നെ വേറൊരു വിള നടുന്നതിനാണ് ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കോക്കനട്ടിന്റെ വരികൾക്കിടയിൽ കൂടി കൊക്കോ നട്ടിരിക്കുന്നു. മിക്സഡ് ക്രോപ്പിംഗ് എന്താണ്? ഒരു പ്രത്യേക റോ അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലാതെ വിവിധ വിളകൾ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റിലേ ക്രോപ്പിംഗ്. സീക്വൻഷ്യൽ ക്രോപ്പിംഗ് പോലെ തന്നെ ഒരു നിശ്ചിത സ്ഥലത്ത് രണ്ടോ അതിൽ കൂടുതലോ വിളകൾ സീക്വൻസ് ആയി കൃഷി ചെയ്യുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റിലേ ക്രോപ്പിംഗിൽ ആദ്യം നടുന്ന വിളയുടെ കായുണ്ടാകുന്ന സമയത്ത് രണ്ടാമത്തെ വിള നടും. ആദ്യത്തെ സീസണിൽ കൃഷി ചെയ്യുന്ന വിളയുടെ ഹാർവസ്റ്റിംഗ് നടത്തുമ്പോഴേക്കും രണ്ടാമത് നടുന്ന വിള വളർന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ടൈം ഗ്യാപ്പ് പോലും വിടാതെ ഒരു നിശ്ചിത സ്ഥലത്ത് സീക്വൻസായി വിവിധ വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നതിനെയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് റട്ടൂൺ ക്രോപ്പിംഗ്. സാധാരണയായി ബനാനയിലും ഷുഗർ കെയിനിലുമാണ് റട്ടൂൺ ക്രോപ്പിംഗ് ചെയ്തു വരുന്നത്. ഇപ്പൊ വാഴയുടെ കേസിലാണെങ്കിൽ വാഴയുടെ കുല വെട്ടി വിളവെടുത്തതിന് ശേഷം അതിന്റെ കന്നുകൾ പറിച്ചു നടാതെ അവിടെ തന്നെ നിന്ന് വളർന്ന് കായുണ്ടാവാൻ അനുവദിക്കുന്നതിനാണ് റട്ടൂൺ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഷുഗർ കെയിനിന്റെ കേസിലാണെങ്കിൽ ഷുഗർ കെയിനിന്റെ തണ്ട് വെട്ടിയെടുത്തതിന് ശേഷം വീണ്ടും ആ തണ്ടിൽ നിന്ന് തന്നെ മുളയ്ക്കാൻ അനുവദിച്ച് അടുത്ത ക്രോപ്പ് കൂടി വിളവെടുക്കുന്ന രീതിയാണ്. അലേ ക്രോപ്പിംഗ് എന്നാൽ ഇടവഴി കൃഷിയാണ്.
തോട്ടത്തിലെ ഇടവഴികളിൽ കൂടി മണ്ണിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഗ്രീൻ മന്യൂർ ക്രോപ്സ് പോലുള്ള വിളകൾ കൃഷി ചെയ്യുന്നു. അതുപോലെ മണ്ണൊലിപ്പ് തടയാൻ സഹായകരമായ വിളകളാണ് ഇടവഴികളിൽ കൂടി കൃഷി ചെയ്യുന്നത്. എക്സാമ്പിൾ വെറ്റിവർ അഥവാ രാമച്ചം. സുബാബുൾ ഇടവഴി കൃഷിക്ക് അനുയോജ്യമായ ഒരു വിളയാണ്. മണ്ണിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി നിലനിർത്താനായി ഒരു നിശ്ചിത സ്ഥലത്ത് വിവിധ ഫാമിലിയിൽപ്പെട്ട വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു നെൽപ്പാടമുണ്ടെന്ന് വിചാരിക്കുക. നെൽപ്പാടത്ത് നിങ്ങൾ വിരിപ്പ് കൃഷി നടത്തി. വിരിപ്പ് കൃഷി ഏത് മാസത്തിലാണ് സോയിങ് നടത്തേണ്ടത്? ഏപ്രിൽ മെയ് മാസത്തിൽ വിതച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊയ്തു. അതിനുശേഷം മുണ്ടകൻ കൃഷിയും നടത്തി. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിതച്ച് ഡിസംബർ ജനുവരി മാസത്തിൽ കൊയ്തു. അതിനുശേഷം അതേ പാടത്ത് നിങ്ങൾ പൾസസ് കൃഷി ചെയ്തു. പൾസസ് എന്താണ്? പയറുവർഗ ചെടികൾ. പയറ് കൃഷി ചെയ്തു. ഡിസംബർ ജനുവരിയിൽ പയറ് നട്ടിട്ട് ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആയപ്പോഴേക്കും വിളവെടുത്തു. വീണ്ടും അടുത്ത വർഷം നിങ്ങൾ പാടത്ത് എന്ത് ചെയ്യും? നെല്ല് കൃഷി ചെയ്യും, വിരിപ്പ് കൃഷി ചെയ്യും, വീണ്ടും മുണ്ടകൻ കൃഷി, അതിനുശേഷം വീണ്ടും പയറ് കൃഷി ചെയ്യും. ഇങ്ങനെ ഒരു റൊട്ടേഷനായി ഒരേ സ്ഥലത്ത് വിവിധ വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഇവിടെ നെല്ലിനെ ആക്രമിക്കുന്ന കീടങ്ങൾ പയറിനെ ആക്രമിക്കാത്തതിനാൽ തുടർച്ചയായി നെല്ല് കൃഷി ചെയ്യാത്തതുകൊണ്ട് കീടങ്ങളുടെ മുട്ടയും പ്യൂപ്പയും ഒക്കെ നശിച്ചു പോകുന്നതിനും കാരണമാകും. അങ്ങനെ ഒരു ഓർഡേർഡ് സക്സഷനിൽ വിവിധ വിളകൾ ഒരു നിശ്ചിത സ്ഥലത്ത് മാറി മാറി കൃഷി ചെയ്യുന്നതിനാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സ്ഥലത്തെ മണ്ണിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ്, ജലം, സൂര്യപ്രകാശം എന്നീ റിസോഴ്സുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ ഉയരത്തിലുള്ള വിളകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൃഷി ചെയ്യുന്നതാണ് മൾട്ടി ടയർ ക്രോപ്പിംഗ്. മൾട്ടി ടയർ ക്രോപ്പിംഗ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് വിവിധ ഹൈറ്റില് വരുന്ന സൂര്യപ്രകാശത്തെ ചെടികൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. മൾട്ടി ടയർ ക്രോപ്പിംഗിന് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കോക്കനട്ട്, അതിന്റെ ഇടയിൽ നട്ട്മെഗ്, പെപ്പർ, അതുപോലെ അതിന്റെ ഇടയിൽ പൈനാപ്പിൾ, ഗ്രാസ് ഇൻ ദ സെയിം ഫീൽഡ് അറ്റ് ദ സെയിം ടൈം. വിവിധ ക്രോപ്പിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി ഫാമിംഗ് സിസ്റ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാമിംഗ് സിസ്റ്റം കംപ്രൈസസ് എ സെറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ കൂടെ, അതായത് വിളകൾ കൃഷി ചെയ്യുന്നതിന്റെ കൂടെ പശു, ആട്, കോഴി, പന്നി, താറാവ്, ഫിഷ്, തേനീച്ച വളർത്തൽ, ഇവയുടെ കൃഷി കൂടി ഒരുമിച്ച് ചേർക്കുന്നതിനാണ് ഫാമിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. കൃഷിയോടൊപ്പം കൃഷി അനുബന്ധ എന്റർപ്രൈസസും കൂടി ഒരുമിച്ച് ചേർക്കുന്നു. ആനിമൽസിൽ നിന്ന് ലഭിക്കുന്ന വേസ്റ്റായ ഡങ്, യൂറിന് ഒക്കെ മനുവറായി, വളമായി ചെടികൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം ചെടിയിൽ നിന്നും ലഭിക്കുന്ന വേസ്റ്റ്, അതായത് സ്ട്രോ പോലുള്ള, കച്ചി പോലുള്ള കാര്യങ്ങളൊക്കെ കാറ്റിലിന്, പശുക്കൾക്കും ഫീഡായിട്ട് ഉപയോഗിക്കും. ക്രോപ്പിംഗ് സിസ്റ്റവും ഫാമിംഗ് സിസ്റ്റവും എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഒരു നിശ്ചിത സ്ഥലത്തെ വിളകളുടെ മാത്രം വിന്യാസം ആണ്. വിവിധ രീതിയിൽ വിളകൾ കൃഷി ചെയ്യുന്നതിന്റെ പാറ്റേൺ ആണ് ക്രോപ്പിംഗ് സിസ്റ്റം. ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ കൂടെ ആനിമൽസും ബേർഡ്സും അതുപോലെ മറ്റ് അനുബന്ധ വളർത്തലുകളും കൂടി കൂടിയാൽ അത് ഫാമിംഗ് സിസ്റ്റമായി. വിവിധ ഫാമിംഗ് സിസ്റ്റംസ് താഴെ പറയുന്നവയാണ്: ഇറിഗേഷൻ ഫാമിംഗ്, റെയിൻഫെഡ് ഫാമിംഗ്, സബ്സിസ്റ്റൻസ് ഫാമിംഗ്, ലേ ഫാമിംഗ്, സ്പെഷ്യലൈസ്ഡ് ഫാമിംഗ് സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, കൊമേഴ്ഷ്യൽ ഫാമിംഗ്, മിക്സഡ് ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഹൈടെക് ഫാമിംഗ്. ഒന്നാമത്
ഇറിഗേഷൻ ഫാമിംഗ്. ജലസേചന കൃഷിയാണ് ഇറിഗേഷൻ ഫാമിംഗ്. ചെടിയുടെ ആവശ്യത്തിനനുസരിച്ച് വിവിധ ഇടവേളകളിലായി ജലസേചനം നടത്തി ചെയ്യുന്ന കൃഷി ഫാമിംഗ് സിസ്റ്റമാണ് ഇറിഗേഷൻ ഫാമിംഗ്. ഓരോ സ്ഥലത്തിന്റെയും വിളകളുടെയും പ്രത്യേകതയനുസരിച്ച് അതിന് അനുയോജ്യമായ രീതിയിൽ കനാൽ, റിവർ, സംഭരണികൾ, റിസർവോയേഴ്സ്, ടാങ്ക്, വെൽ, കിണർ അല്ലെങ്കിൽ കിണർ ഇവയിൽ നിന്നുള്ള ജലം ആണ് ഇറിഗേഷൻ ഫാമിങ്ങിന് ഉപയോഗിക്കുന്നത്. ജലസേചന സൗകര്യം ഇല്ലാത്ത അല്ലെങ്കിൽ ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ മഴയെ ആശ്രയിച്ച് മാത്രം നടത്തുന്ന കൃഷിയാണ് റെയിൻഫെഡ് ഫാമിംഗ്. മനുഷ്യൻ അവന്റെ ജീവിത നിലനിൽപ്പിനായി അവനവന്റെ മാത്രം ആവശ്യത്തിനായി ചെറിയ സ്ഥലത്ത് വിളകളെയും കന്നുകാലികളെയും വളർത്തുന്നതിനാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫാമിംഗ് വിച്ച് ഈസ് ഡൺ അറ്റ് എ വെരി സ്മോൾ സ്കെയിൽ ഫോർ ഓൺ കൺസംഷൻ. കുറച്ച് സ്ഥലം മാത്രമുള്ള കർഷകർ ചെയ്യുന്ന ഫാമിംഗ് രീതിയാണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അടുത്തത് ലേ ഫാമിംഗ്. ഇന്ത്യയുടെ ഡ്രൈ ലാൻഡുകളിൽ മണ്ണിന്റെ സോയിൽ ഫെർട്ടിലിറ്റി റീസ്റ്റോർ ചെയ്യാൻ, അതായത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഫാമിംഗ് മെത്തേഡാണ് ലേ ഫാമിംഗ്. ഒരു നിശ്ചിത സ്ഥലത്ത് കുറച്ചു നാള് കൃഷി ചെയ്യും. മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയുന്നു എന്ന് തോന്നിയാൽ പിന്നീട് കുറച്ചു നാളത്തേക്ക് ആ സ്ഥലത്ത് കൃഷി ചെയ്യാതെ തരിശായി ഇടും. തരിശായി ഇടുന്ന ആ സമയത്ത് ആ സ്ഥലം പുല്ല് വളർന്ന് പശുക്കൾക്ക് മേച്ചിൽ സ്ഥലമായി ഉപയോഗിക്കും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥലം വീണ്ടും കൃഷി ചെയ്യാൻ ആരംഭിക്കും. മണ്ണൊലിപ്പ് തടയാനുള്ള ഒരു ഉപാധിയും കൂടിയാണ് ലേ ഫാമിംഗ്. തരിശായി ഇടുന്ന സമയത്ത് നിറയെ പുല്ല് വളർന്നു നിൽക്കുന്നതിനാൽ മണ്ണൊലിപ്പും തടയപ്പെടുന്നു. മണ്ണ്, ജലം, ജൈവസമ്പത്ത് തുടങ്ങിയ വിഭവങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. ഫാം വേസ്റ്റുകളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കും ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിൽ. അങ്ങനെ എല്ലാ കമ്പോണൻസിനെയും എഫക്റ്റീവായി സംയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിളവ് നേടുക, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുക, ഇവയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ദേശം. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന്റെ വിവിധ കമ്പോണൻസ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ക്രോപ്സ്, ലൈഫ് സ്റ്റോക്ക്, പോൾട്രി, ഡക്കറി, ഡക്സ്, ഹോർട്ടിക്കൾച്ചർ, അക്വാകൾച്ചർ, എപ്പിക്കൾച്ചർ. എപ്പിക്കൾച്ചർ എന്നാൽ തേനീച്ച വളർത്തലാണ്. സെറികൾച്ചർ, സെറികൾച്ചർ എന്നാൽ പട്ടുനൂൽ പുഴു വളർത്തൽ. മഷ്റൂം കൾട്ടിവേഷൻ, കൂൺ കൃഷി, അഗ്രോ ഫോറസ്ട്രി, ബയോഗ്യാസ് പ്ലാന്റ്സ്, ഇവയെല്ലാമാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ചുള്ള ഫാമിംഗ് ആണ്. എല്ലാവിധ മോഡേൺ ആയിട്ടുള്ള ഇൻപുട്സും ഇതിലുപയോഗിക്കും. ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ, അതുപോലെ മെഷീനറീസ്, യന്ത്രങ്ങൾ, നൂതനമായ ജലസേചന രീതികൾ, ഇവയെല്ലാം കൂടുതൽ വിളവ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉപയോഗിക്കും. ഇന്ത്യയിൽ വ്യാവസായികമായി കൃഷി ചെയ്യുന്ന വിളകളാണ് വീറ്റ്, കോട്ടൺ, ഷുഗർ കെയിൻ, കോൺ മുതലായവ. കൊമേഴ്ഷ്യൽ ഫാമിംഗിന്റെ ഉള്ളിൽ ഇന്റൻസീവ് ഫാമിംഗ് ഉണ്ട്, എക്സ്റ്റൻസീവ് ഫാമിംഗ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഫാമിംഗും ഉണ്ട്. ഇന്റൻസീവ് ഫാമിംഗ് എന്നാൽ വളരെ ചെറിയ സ്ഥലത്ത് കൂടുതൽ പ്രൊഡക്ഷൻ ലക്ഷ്യം വെച്ചുള്ള കൃഷിയാണ്. വളരെ ചെറിയ സ്ഥലത്തു നിന്നും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്
കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ഇന്റൻസീവ് ഫാമിംഗ്. എക്സ്റ്റൻസീവ് ഫാമിംഗ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ ഫാമിംഗ് ഒരു പ്രത്യേക വിള വലിയ എസ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ തോട്ടങ്ങളിൽ പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെയും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാസവളങ്ങൾ, രാസകീടനാശിനികൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചാണ് പ്രോഫിറ്റിനു വേണ്ടി വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിളകളാണ് ക്യാഷ് ക്രോപ്സ്. കേരളത്തിലെ ക്യാഷ് ക്രോപ്സ് ആണ് ടീ, ബനാന, കോഫി, റബ്ബർ തുടങ്ങിയവ. ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് വിളകളും ലൈഫ് സ്റ്റോക്കും ഒരുമിച്ച് വളർത്തുന്നതിനാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകമായ പാറ്റേൺ ഒന്നും ഉണ്ടായിരിക്കില്ല. കൃഷി ചെയ്യുന്നവരുടെ ആവശ്യത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ആണ് ഏത് വിള വളർത്തണം, ഏത് കന്നുകാലിയെ വളർത്തണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വിവിധ വിളകളും വിവിധ കന്നുകാലികളും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് വളർത്തുന്നതിനാണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. മിക്സഡ് ഫാമിംഗ് കർഷകന് കൂടുതൽ ആദായം നേടിക്കൊടുക്കുന്നു. ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്നാൽ ജൈവ കൃഷി. ഇതിൽ വിള ഉൽപാദനത്തിനായി ജൈവമാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന രീതിയാണ്. രാസവളങ്ങൾക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നു. രാസവളങ്ങൾ, രാസകീടനാശിനികൾ ഇവയൊന്നും ഉപയോഗിക്കുന്നില്ല. രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാൻ ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഓർഗാനിക് ഫാമിംഗിൽ ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്താനായി ക്രോപ്പ് റൊട്ടേഷൻ പ്രാവർത്തികമാക്കും. പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യതാ കൃഷി. ഡൂയിങ് ദ റൈറ്റ് തിങ് ഇൻ ദ റൈറ്റ് ടൈം ഇൻ ദ റൈറ്റ് പ്ലേസ്. കൃത്യമായ കാര്യം കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് ചെയ്യുന്നു. കൃഷി ചെയ്യാൻ പോകുന്ന വിളകളെ പറ്റിയും ആ പ്രദേശത്തെ കാലാവസ്ഥയെ പറ്റിയും മണ്ണിനെ പറ്റിയുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് കൃത്യം ചെടികൾ നട്ട് കൃത്യമായ അളവിൽ വളങ്ങൾ കൊടുത്ത് ചെയ്യുന്ന കൃഷിരീതിയാണിത്. വളം, ജലം മുതലായ ഇൻപുട്സ് വേസ്റ്റായി പോകുന്നത് തടയാൻ സാധിക്കും പ്രിസിഷൻ ഫാമിംഗിലൂടെ. പ്രിസിഷൻ ഫാമിംഗിൽ എത്രമാത്രം വിളവ് നമുക്ക് ലഭിക്കും എന്നതും നമുക്ക് മുൻകൂട്ടി കണക്ക് കൂട്ടാൻ സാധിക്കും. ഹൈടെക് ഫാമിംഗ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഹൈടെക് ആയുള്ള കൃഷിയാണ് ഹൈടെക് ഫാമിംഗ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികള്, നൂതന സാങ്കേതിക വിദ്യകൾ, നൂതനമായ ഇൻഫ്രാസ്ട്രക്ചർ, നൂതന കാർഷിക ഉപകരണങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചുള്ള നൂതന കൃഷിയാണ് ഹൈടെക് ഫാമിംഗ്. ഹൈടെക് ഫാമിംഗിന് തുടക്കത്തിൽ വളരെ ചിലവ് വരും. എന്നാൽ പിന്നീട് വളരെ ഈസി ആയിട്ട് കൃഷിപ്പണികൾ നടത്താൻ ഹൈടെക് ഫാമിംഗിലൂടെ സാധിക്കും. നമ്മൾ വളർത്തുന്ന ചെടിയുടെ ചുറ്റുമുള്ള കാലാവസ്ഥ നിയന്ത്രിക്കാൻ ഹൈടെക് ഫാമിംഗിലൂടെ സാധിക്കുന്നു. ഹൈടെക് ഫാമിംഗില് വിളവും വളരെ കൂടുതലായിരിക്കും. ടീച്ചർ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരുന്നുണ്ട്. വിവിധ വിളകളുടെ പിക്ചറുകൾ ശേഖരിക്കുക. ആ പിക്ചറുകൾ ഉപയോഗിച്ച് അഗ്രോണമിക് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഒരു പിക്ചർ ആൽബം തയ്യാറാക്കുക.